മേനകാ ഗാന്ധിക്ക് നേരിട്ട് മെയിൽ അയക്കുന്നു. മേനകാ ഗാന്ധി നേരിട്ട് കൊല്ലം കളക്ടറെ വിളിച്ച് ഭയങ്കരമായിട്ട് പറയുന്നു. പോലീസ് കേസെടുത്തു. പുലി ചാടി വരുന്നത് പോലെയാണ് ഈ പട്ടി ഞങ്ങളെ ആക്രമിക്കാൻ ചാടി വരുന്നത്. ഇലക്ഷൻ സമയത്തെ തെരുവ് പറ്റി തല്ലിക്കൊന്ന് വൈറലായി കേസ് എടുത്തൊരു സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. ജയിച്ചോ തോറ്റോ അതോ ജയിലിലായിരുന്നോ എന്താണെന്ന് നമുക്ക് അവസ്ഥ ഒന്ന് നോക്കാം. അന്ന് സത്യത്തിൽ ഇലക്ഷന് വൈറലാവാൻ വേണ്ടി ചെയ്തതാണോ? ഒരിക്കലും അല്ല. ഇലക്ഷന് വൈറലാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ പേ പിടിച്ചെല്ലാം കടിക്കാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ പട്ടി പേ പിടിച്ച് നാട്ടുകാരെ കടിച്ചത് നമ്മുടെ കുറ്റമല്ലല്ലോ, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ. സ്വാഭാവികം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വലിയൊരു വിഷയം ഉണ്ടായപ്പോൾ നമ്മൾ അതിനെ നേരിട്ടു. അതാണ് സംഭവം. ഇലക്ഷൻ വൈറലാവാൻ വേണ്ടി നമുക്ക് വേറെ എന്തെല്ലാം ചെയ്യണം. പേ പിടിച്ച ഒരു നായെ നാട്ടുകാരുടെ ചേർന്ന് തല്ലിക്കൊന്നുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ആ പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ കാരാളുമുക്ക് എന്ന് പറയുന്ന ചെറിയൊരു ജംഗ്ഷനാണിത്. ഇവിടെ ഒട്ടേറെ ആൾക്കാർ, ഞാനന്ന് UDF സ്ഥാനാർത്ഥിയാണ്, ഒട്ടേറെ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഒരു വനിതയാണ്. അവരുൾപ്പെടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ സ്ഥാനാർത്ഥികൾ, ഇടതുപക്ഷത്തിൻ്റെ പോലും മെമ്പർമാർ, സ്ഥാനാർത്ഥികളൊക്കെ നമ്മളെ വിളിക്കുകയാണ്. കാരാളുമുക്ക് ഇങ്ങനെ ഒരു പേപ്പട്ടി ഇറങ്ങിയിട്ടുണ്ട്, കുട്ടികളെല്ലാവരും വലിയ പ്രശ്നങ്ങളാണ്. മാത്രം 4 പേരെ കടിച്ചു. കടിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിമൃഗീയമായിട്ടാണ് കടിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ളത് ഞങ്ങൾ 4-5 ചെറുപ്പക്കാർ അതേ തേടി ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങളടുത്ത് പറയുന്നത് ഇന്ന ഒരു ഭാഗത്ത് ആ പട്ടി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലാൻ ആൾക്കാർക്കെല്ലാം ഭയമാണ്. ഞങ്ങൾ കുറച്ച് പേർ എന്തായാലും രണ്ടും കൽപ്പിച്ച് ചെന്നപ്പോൾ അവിടെ അതിരൂക്ഷമായ രീതിയിൽ നമ്മൾ ഇടുക്കിയിലും വനാന്തര പ്രദേശങ്ങളിലൊക്കെ പുലി ചാടി വരുന്നത് പോലെയാണ് ഈ പട്ടി ഞങ്ങളെ ആക്രമിക്കാൻ ചാടി വരുന്നത്. അങ്ങനെ ചാടി വന്നപ്പോൾ സ്വയമായിട്ട് നമുക്ക് കയ്യിലിരുന്ന ഒരു കമ്പ് കൊണ്ട് അതിനെ അടിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ഉൾപ്പെടെ ഒറ്റ ആൾക്കാർ അത് ചെയ്തു. എല്ലാവരും പോലീസ് കേസെടുത്തു. കാരണം അവിടെ എൻ്റെ എതിരാളികൾ ഉൾപ്പെടെ ഉള്ളവർ കേസ് കൊടുത്തു. ഞാനന്ന് സ്ഥാനാർത്ഥി ആയതുകൊണ്ടായിരിക്കും. അവരെല്ലാവരും പല രീതിയിൽ ശ്രീമതി മേനകാ ഗാന്ധിക്ക് നേരിട്ട് മെയിൽ അയക്കുന്നു. മേനകാ ഗാന്ധി നേരിട്ട് കൊല്ലം കളക്ടറെ വിളിച്ച് ഭയങ്കരമായിട്ട് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ അന്ന് തന്നെ റിപ്പോർട്ട് തേടുന്നു. 6-ാം തീയതി 5 മണിക്കും റിപ്പോർട്ട് കൊടുക്കാനാണ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മൊഴിയെടുത്തു. ഞാൻ കൃത്യമായി മൊഴി കൊടുത്തു, കാര്യങ്ങളെല്ലാം കൃത്യമായി വിശദീകരിച്ചു. അതിനുശേഷമാണ് മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാർ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ, ഇതിൻ്റെ എല്ലാം പിന്നിൽ വേറെ ആൾക്കാരുണ്ട്, എൻ്റെ എതിരാളികളായിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് എന്ന് വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ശരി തന്നെ അവർ അവിടെ ചെന്നു, പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു, എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും, ഇതൊന്നല്ല, ഈ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനങ്ങളുടെ പ്രശ്നം അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ഇടപെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോയതാണ്. നമ്മൾ ഈ നാട്ടിൽ എത്രയോ തെരുവ് നായ്ക്കൾ അലഞ്ഞെറിഞ്ഞ് നടക്കുന്നുണ്ട്, എത്രയോ സംഭവങ്ങൾ. നമ്മൾ അതിലും ഒരു ചെറിയ കല്ല് പോലും എടുത്ത് അതിനൊന്നും എറിയാറില്ല. ഞങ്ങൾ അന്നത്തെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ട്, പക്ഷെ ചെയ്തില്ലെങ്കിൽ